കോൺഗ്രസ് നയരൂപീകരണ സമിതി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന ശശി തരൂർ ദില്ലിയിലെത്തുക രാത്രിയോടെയാണ്. വിഷ്ണു തലവൂർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, മുൻപ് കോൺഗ്രസുമായി ചില മഞ്ഞുരുകലിന്റെ സൂചനകളൊക്കെ തരൂർ നൽകിയിരുന്നു. പക്ഷെ വീണ്ടും ഇതാ അതും നയപ്രഖ്യാപന രൂപീകരണ സമിതിയിൽ നിന്നും തരൂർ വിട്ടുനിൽക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തരൂർ കൂടുതൽ ഒരു അതൃപ്തി പ്രകടമാക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദില്ലിയിൽ ചേർന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ശശി തരൂർ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ പങ്കെടുത്ത മഹാപഞ്ചായത്തിൽ അവഗണിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു തരൂർ ആ യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണ സമിതി യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി മാത്രമായിരിക്കും ശശി തരൂർ ദില്ലിയിലേക്ക് എത്തുക. നാളെ പാർലമെന്റ് ബജറ്റ് സമ്മേളനം കൂടി ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതി യോഗം ഇന്ന് വൈകിട്ട് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടു നിൽക്കാൻ തന്നെയാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഏകദേശം 8 മണിയോടുകൂടി മാത്രമായിരിക്കും ശശി തരൂർ ദില്ലിയിലേക്ക് എത്തുക. ശരി, വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.